പക്ഷേ ഇൻസ്റ്റ ഇല്ലാത്ത, വാട്സപ്പ് ഇല്ലാത്ത, യൂട്യൂബ് ഇല്ലാത്തൊരു നായകനെ ഇന്ന് ഒരു ജനത റിയലി ഫോളോ ചെയ്യാൻ. എങ്ങനെയാണ് എൻ്റെ ഹബീബ് കിടന്നുറങ്ങിയത്? ഏത് കയ്യിലാണ് തല ചാരണം കൊടുത്തത്? ഏത് ദിശയിലേക്കാണ് അവിടുത്തെ നെഞ്ച് തിരിച്ചത്? അവിടുന്ന് കത്രിക കയ്യിലെടുത്തപ്പോ, ബ്ലേഡ് കയ്യിലെടുത്തപ്പോ എങ്ങനെയാണ് നെയിൽ കട്ട് ചെയ്തത്? നമ്മളെ കുട്ടിയെ നമ്മൾ പഠിപ്പിക്കാൻ, +2 പഠിക്കണ മോന് ഓർമ്മയില്ലാതെ നെയിൽ കട്ടർ ഉമ്മാൻ്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് വീട്ടിൻ്റെ വെളിയിൽ തൊടിയിൽ പോയിട്ട് നഖങ്ങനെ വെട്ടുമ്പോൾ വളരെ ഡിസോർഡറായിട്ടാണ് വെട്ടുന്നത്. അപ്പോൾ ഇസ്ലാമിക് എത്തിക്സ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽപ്പെട്ട ഉമ്മ നെയിൽ കട്ടർ കയ്യിൽ നിന്ന് ഫഅഖദ ബിയദിഹി, അവൻ്റെ കൈയാണ്ട് പിടിച്ചിട്ട്, നിർത്തടാ നിന്റെ നഖം വെട്ടല്. തിരുനബി എങ്ങനെയാ നഖം വെട്ടിയത് എന്ന് ഇതുവരെ പഠിച്ചിട്ടില്ലേ? എന്നിട്ട് കാണിച്ചു കൊടുത്തു അല്ലേ. ആദ്യം ദാ ഈ വലത് കൈ എടുത്തു, അതിൻ്റെ മുസബ്ബഹ് എടുത്തു, ഈ ചൂണ്ടാണി വിരൽ വെട്ടി, വുസ്ത വെട്ടി, ഇബ്ഹാം വെട്ടി, അതുപോലെ തന്നെ ഹിൻസർ വെട്ടി, ബിൻസർ വെട്ടി, ഹിൻസർ വെട്ടി, പിന്നെ ഇബ്ഹാം, അവസാനം തള്ളവിരൽ. ഇടത് കൈ എടുത്തപ്പോൾ ആ നിയമമൊന്നുമില്ല. ഇടത് കൈയിൻ്റെ ഹിൻസർ, ബിൻസർ, വുസ്ത, മുസബ്ബിഹ, ഇബ്ഹാം, കറക്റ്റ്. ഇങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഖം വെട്ടിയത്. മോനെ, നീ നിന്റെ ലൈഫിൽ ഇത് മറന്നു പോകാൻ പാടില്ല. ആ കുട്ടിയിൽ അത് ചിരപ്രതിഷ്ഠ നേടി. കാലിൻ്റേത് എങ്ങനെയാണ് ഉമ്മാന്ന് ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടെ പിന്നെ ആ കുട്ടി ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഉമ്മ പരിശുദ്ധ റസൂൽ കാലിൻ്റെ വിരലുകളുടെ നഖം വെട്ടിയത്? അപ്പൊ ഉമ്മ പറഞ്ഞു കൊടുത്തു, വലത് കാലിൻ്റെ ചെറുവിരലിൽ നിന്ന് ത്രൂ ഔട്ട് ഇടതുകാലിൻ്റെ ചെറുവിരൽ വരെ. അവിടെ പിന്നെ ഘടനാപരമായിട്ട് വേറൊന്നും ശ്രദ്ധിക്കാനില്ല. ആ കുട്ടിയുടെ മനസ്സിൽ അത് ശിലയിൽ കൊത്തിവെക്കപ്പെട്ട പോലെ അവിടെ വിരചിതമായി അവിടെ കടന്നു. നാളെ അടുത്ത ആഴ്ച അവൻ നെയിൽ കട്ടർ കയ്യിലെടുക്കുമ്പോൾ ഹീ ഈസ് റിയലി ഫോളോയിങ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ഫോളോ ചെയ്യാൻ. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോളോവർ ആർക്കാണെന്ന് ഇതര മതസ്ഥരായ ആളുകൾ വിശുദ്ധ നബിയെപ്പറ്റി സംസാരിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇതെന്തുകൊണ്ടാണ് അവിടെ ഉമ്മ ഒരു ചാപ്റ്ററാണെന്ന് എടുത്തുകൊടുത്തത്. ആ ഉമ്മ പച്ചക്കറി നുറുക്കുന്ന, ഭക്ഷണം കുക്ക് ചെയ്യുന്ന ഒരു ഹോം മെയ്ഡ് അല്ലെങ്കിൽ ഹൗസ് വൈഫ്. ഈ ഹോം മെയ്ഡും ഹൗസ് വൈഫുമായിരിക്കുന്ന ഉമ്മ അന്ന് ഒരു ചാപ്റ്റർ എടുത്തിരിക്കുന്ന പ്രൊഫസറാണ്. ആ കുട്ടി പഠിക്കുന്ന വീടാകുന്ന യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാകുന്ന ഉമ്മ എടുത്ത ചാപ്റ്റർ ഏതാണ്? എങ്ങനെയായിരുന്നു പരിശുദ്ധ ഹബീബ് നഖം വെട്ടിയത്? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ലൈഫ് സ്കൂൾ. അല്ലുമ്മ മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ജീലൻ തയ്യിബൽ അത്റാഫി. ഉമ്മ ഒരു മദ്രസയാണ്. ഉമ്മയാണ് ആദ്യ. അൽ ഉമ്മു അവ്വലു മദ്റസത്തിൽ ലിവലദിഹാ. കടയപ്പുറം ജമാഅത്തിന്റെ കീഴിലുള്ള മദ്രസയിലേക്ക് നമ്മളെ കുട്ടി വരുന്നത് 10 വയസ്സായാലാണ്. 5 വയസ്സ് കഴിഞ്ഞ് ആ കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ഘട്ടെത്തുമ്പോഴാണ്, 10 വയസ്സിലേക്ക് എത്തുമ്പോഴാണ് നിർണായകമായ മസാലകളൊക്കെ ആ കുട്ടി ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇവിടെയൊക്കെ വരുന്നതിൻ്റെ മുമ്പ് അൽ ഉമ്മു അവ്വലു മദ്റസത്തിൽ വലദിഹ, ഒരു കുട്ടിയുടെ ആദ്യത്തെ മതപാഠശാല അത് ഉമ്മയാണ്. അപ്പം അങ്ങനെ ഒരു ഉമ്മ ഉണ്ടായത് കൊണ്ടാണ് നമ്മളെ കുട്ടികളൊന്നും പെട്ടെന്ന് ഒരു ആങ്സൈറ്റി വന്നപ്പോഴേക്ക് ഡിപ്രഷൻ മോഡിൽ പോവാതിരുന്നത്, നമ്മളെ കുട്ടികൾ ലഹരിയിലേക്ക് പോവാതിരുന്നത്, നമ്മുടെ കുട്ടികൾ ഐ ആം എലോൺ എമംഗ് ദി പീപ്പിൾ, ഞാൻ ജനങ്ങൾക്കിടയിൽ ഒറ്റക്ക് ജീവിക്കും എന്ന വാദങ്ങൾ ഉയർത്താതിരുന്നത്. ഇന്നിപ്പോൾ അതല്ല സ്ഥിതി. കാലം മാറി, കോലം ഒരുപാട് മാറിയിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഈസി ടു എൻജോയ് ദി ലൈഫ്. ഇന്നത്തെ കാലത്ത് നമുക്കൊന്നും ജീവിതം അടിച്ചു പൊളിക്കാൻ വലിയ ചെലവൊന്നുമില്ല. ബട്ട് ഹാർഡ് ടു കൺവിൻസ് ഇറ്റ് ടു അതേഴ്സ്. ഞാൻ ജീവിതം അടിച്ചു പൊളിക്കുന്നുണ്ട് എന്ന് 4 ആളെ ബോധ്യപ്പെടുത്താനാണ് ഇന്ന് ചെലവ്. ആ ഒരു ലോകത്താണ് നമ്മളുള്ളത്. ഞാൻ ഏത് ഭക്ഷണം കഴിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ പോരാ, അതിൽ സംതൃപ്തി ഇല്ല നമ്മളെ കുട്ടികൾക്ക്. പിന്നെ അത് 4 ആൾ എൻ്റെ സ്റ്റാറ്റസിലൂടെ കാണണം. അപ്പം പ്രകടനപരത, അപ്പം ആത്മാർത്ഥത പോയി. ഞാൻ എങ്ങോട്ട് യാത്ര ചെയ്തു എന്ന് ഞാനും എൻ്റെ കുടുംബവും അത് ആസ്വദിച്ചാൽ പോരാ, അത് അനുഭവിച്ചാൽ പോരാ. പിന്നെ ആ സ്ഥലം ഞങ്ങൾ കണ്ടു എന്ന് 4 ആൾക്ക് ബോധ്യപ്പെടണം. ഇവിടൊക്കെ വലിയൊരു അപകടം പതിയിരിക്കുന്നുണ്ട്.
നമ്മളെ സന്തോഷങ്ങളൊക്കെ വാരി വലിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ആത്മസംതൃപ്തി ഉള്ളതാണ്. പണ്ട് ചെങ്ങമ്പുഴ പറഞ്ഞ മാതിരി അപ്പ കുട്ടി പറയും, എൻ ഹൃത്തിലൻ ദൂഷ്മള ചാരിതാർത്ഥ്യം, ഞാൻ ഇന്ന് പോയ എൻ്റെ ഡെസ്റ്റിനേഷൻ, ഞാൻ പിക്നിക്ക് പോയ, ഞാൻ ടൂർ പോയ എൻ്റെ ടൂറിസ്റ്റ് പ്ലേസ്, ഞങ്ങളവിടെ അമ്യൂസ് ചെയ്യുന്നത്, ഞങ്ങളവിടുത്തെ ഫുഡ് കഴിക്കുന്നത്, ഞങ്ങൾ നല്ല വാഹനങ്ങളിൽ കയറിയത്, അതൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ആയിട്ട് കറങ്ങണം, അത് മറ്റുള്ളവർക്ക് തോന്നണം, ഞാൻ അവിടെ പോയി എന്ന് മറ്റുള്ളവർ അറിയണം. എന്താ അതുകൊണ്ട് കാര്യം എന്താന്ന് പറഞ്ഞാൽ, അത്യാവശ്യം ഹസൂദികളെ അന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് നമ്മളെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഇൻകമായിട്ട് നമുക്ക് കിട്ടും. നമ്മളായിട്ട് യാതൊരു അസൂയും വെക്കാത്ത ആൾക്കാർ അന്ന് മുതൽ നമ്മളെ കാര്യത്തിൽ ഭയങ്കര ഇറിറ്റേറ്റഡായി, ഫ്രസ്ട്രേറ്റഡായി അവരൊക്കെ നമ്മൾ അസൂയച്ചു. അപ്പം ഹസദ് ഉണ്ടായി, നമ്മൾ കാരണം ഹസദ് ഉണ്ടായി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹസദോടുകൂടെ നിങ്ങളെപ്പറ്റി ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ഐനാണ്, നിങ്ങൾ ഉറപ്പിച്ചോ അത് കണ്ണേറാണ്. അപ്പൊ എല്ലാ വർത്താനും കണ്ണേറല്ല, പക്ഷെ ഹസദോട് കൂടെയാണോ പറഞ്ഞത് അത് കണ്ണേറാണ്. അൽ ഐനു ഹഖ്ഖുൻ അൽ ലിസാനു ഹഖ്ഖുൻ, അല്ലേ? കണ്ണേറ് സത്യമാണ്, കണ്ണേറ് വളരെ സത്യമാണ്. അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين. അപ്പം നമ്മൾ വെറുതെ എന്താ പറയുക, ഒരാവശ്യമില്ലാത്ത ചില മുസീബത്തുകളൊക്കെ തോട്ടിയിട്ട് വലിച്ച് കൊണ്ടുവരികയാണ് നമ്മുടെയൊക്കെ മാരിറ്റൽ ലൈഫിലേക്ക്, നമ്മുടെ ഫാമിലി ലൈഫിലേക്ക്. ഇത് വലിയ അപകടം ചെയ്യും. അപ്പം അവിടെ ഒരു മുസ്ലിമായ മനുഷ്യൻ എസ്പെഷ്യലി ആലോചിക്കേണ്ടത്, എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു എത്തിക്സ് ഉണ്ട്, കുറച്ച് നിലപാടുകളുണ്ട് എന്നാണ്. പെണ്ണിന് പെണ്ണിൻ്റെ നിലപാട് വേണം, ആണിന് ആണിൻ്റെ നിലപാട് വേണം. പൊതുവെ ബുദ്ധിജീവികളൊക്കെ പറയാറുണ്ട്, ദി മോസ്റ്റ് പവർഫുൾ മേക്കപ്പ് ഓഫ് എ വുമൺ ഈസ് പാഷൻ. ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ മേക്കപ്പ് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞ എന്താ അറിയോ? റോസ് പൗഡറും ഐലൈനറും അല്ല, ഫേഷ്യൽ അല്ല, ബ്യൂട്ടി ടിപ്സ് യൂസ് ചെയ്യലല്ല, ഈസ് പാഷൻ. അവളുടെ നിലപാടാണ്. ഒരു ഹയാ ഉള്ള സ്ത്രീ വന്നിട്ട് പരിശുദ്ധ റസൂലുള്ളാഹിനോട് പറയാണ്, നബിയേ, എനിക്കൊരു അസുഖമുണ്ട്, ആ അസുഖം ഭേദമാവാൻ ദുആ ചെയ്യിപ്പിക്കാനാണ് ഞാൻ അങ്ങയുടെ സമക്ഷത്തിലേക്ക് കടന്നു വന്നത്. യാ റസൂലല്ലാഹ്, എന്താണ് സഹോദരി നിന്റെ രോഗം? അപ്പൊ പരിശുദ്ധ തിരുമേനിയോട് ആ യുവതി പരാതി പറയുകയാണ്, എനിക്ക് ഫിക്സിന്റെ രോഗമുണ്ട്, എനിക്ക് അപസ്മാര രോഗമുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു അവസ്ഥ വരികയാണെങ്കിൽ അപസ്മാരം ബാധിച്ചിട്ട് ഞാൻ കൈകാലുകൾ ഇട്ടിട്ട് ഇങ്ങനെ അടിക്കും നബിയെ, അത് ശിഫയാകാൻ അങ്ങ് ദുആ ചെയ്യണം നബിയെ. അങ്ങൊന്ന് ദുആ ചെയ്താൽ അത് ഉടനെ തന്നെ ശമനം സംഭവിക്കുന്നതാണ് യാ റസൂലല്ലാഹ്. ഒരു മിനിറ്റ് നേരം ഇങ്ങനെ മൗനിയായി ആലോചിച്ചതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ ഹബീബ് ഈ ചോദ്യകർത്താവായ സഹോദരിയോട് തിരിച്ചു ഓപ്ഷൻ ചോദിക്കുകയാണ്. ഓപ്ഷനബിളാണ്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഏതെങ്കിലും ഒന്നേ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ എന്ന് അതിൻ്റെ അർത്ഥം. ഒരു ഓപ്ഷനബിൾ ക്വസ്റ്റ്യൻ. പരിശുദ്ധ റസൂല് ഈ സ്ത്രീയോട് തിരിച്ചു ചോദിക്കുകയാണ്, സഹോദരി, നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദുനിയാവിൽ നിന്റെ രോഗം നിനക്ക് മാറണമോ, അതല്ല ഈ രോഗം നീ ദുനിയാവിൽ സഹിച്ചു പോയതിൻ്റെ പകരം ആഖിറത്തിൽ നിനക്ക് സ്വർഗം വാങ്ങണമോ? വല്ലാത്തൊരു ചോദ്യമാണത്. ദുനിയാവിൽ ഇതിൻ്റെ രോഗം മാറണോ, അതല്ല അതിന് പകരം ഈ രോഗം നീ ദുനിയാവിൽ സഹിക്കുന്നു, പക്ഷേ ആഖിറത്തിൽ ഉറപ്പായിട്ടും നിനക്ക് സ്വർഗം കിട്ടണം, ഏതാണ് നിനക്ക് വേണ്ടത്? അപ്പൊ ഈ സ്ത്രീ അവൾ കരയാൻ തുടങ്ങി. പുണ്യനബിയെ, ഞാൻ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ രണ്ടാമത്തതേ തിരഞ്ഞെടുക്കുള്ളൂ, എനിക്ക് ആഖിറത്തിലെ സ്വർഗം കിട്ടിയാൽ മതി. പക്ഷെ അതിനല്ല ഞാൻ വന്നത്, ഞാൻ ശിഫയാകണം എന്ന് ദുആ ചെയ്യാൻ അഭ്യർത്ഥിച്ചത്. ഈ രോഗം സഹിക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ടല്ല നബിയെ, രോഗം സഹിക്കാൻ ഞാൻ സന്നദ്ധയാണ്, അതുകൊണ്ട് എനിക്കൊരു നീരസവുമില്ല നബിയെ. ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഈ രോഗം ശിഫയാകണം എന്ന് പറയുന്നത്, അത് മറ്റൊന്നിനും വേണ്ടിയല്ല. എൻ്റെ കൂട്ടുകാരികൾ, എൻ്റെ കുടുംബക്കാരി എന്നോട് പറഞ്ഞത് ഞാൻ കേട്ടതിൻ്റെ പേരിലാണ്. എടീ
നിനക്ക് ഈ അപസ്മാര രോഗം തുടങ്ങിക്കഴിഞ്ഞാൽ നീ പെട്ടെന്ന് ബോധരഹിതയായി നിലത്ത് വീഴുകയാണ്. പിന്നെ നീ നിന്റെ കൈകാലുകൾ ഇങ്ങനെ നിലത്തിട്ട് അടിക്കുകയാണ്. ആ കൈകാലുകളിട്ടടിക്കുന്ന നേരത്ത് എൻ്റെ ശരീരത്തിലെ വസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പാൽപ്പം നീങ്ങി എൻ്റെ ഔറത്ത് പുറത്ത് കാണാറുണ്ട് നബിയേ. ആ ലജ്ജ കൊണ്ടാണ് റസൂലേ, അങ്ങനെ ഔറത്ത് കാണുമോ എന്ന ഭയം കൊണ്ടാണ് നബിയേ എൻ്റെ അപസ്മാര രോഗം ശിഫയാകാൻ ദുആ ചെയ്യണം എന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിച്ചത്. അതല്ലാതെ അത് ക്ഷമിക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടല്ല നബിയേ. റസൂലുള്ളാഹി തങ്ങൾ ഉടനെ തന്നെ ഈ സഹോദരിയോട് മറുപടി പറയുകയാണ്, പെങ്ങളെ, നിന്റെ ലജ്ജ നിന്നെ രക്ഷിച്ചിരിക്കുകയാണ്. നിന്റെ ഹയാ, നിന്റെ ലജ്ജ, ആ ലജ്ജയാണ് നിന്നെ ഇപ്പൊ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് അല്ലാഹു എനിക്ക് വിവരം തന്നിരിക്കുകയാണ്, നിന്റെ അപസ്മാര രോഗവും മാറി, നിനക്ക് സ്വർഗവും കിട്ടി സഹോദരി. രണ്ടും ഇരട്ടപ്പട്ടക്കാരിയായി, ഇരട്ട ഭാഗ്യവതിയായിട്ടാണ് ആ പെണ്ണ് തിരിച്ചു പോകുന്നത്. ആ നിമിഷത്തിന് ശേഷം പിന്നെ ആ സഹോദരിക്ക് ഫിക്സിന്റെ അസുഖം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ദുനിയാവിൽ വെച്ച് ആ ഹയാ കാരണം, ആ ലജ്ജ കാരണം അഷ്റഫുൽ ഖൽഖ് തിരുമേനി മുഖത്ത് നോക്കി മറുപടി പറഞ്ഞു, നിന്റെ അസുഖം ഭേദമായി, നിനക്ക് സ്വർഗവും കിട്ടി. അതുകൊണ്ട് അൽ ഹയാഉ വൽ ഈമാനു ഖുരിനാ മഅ. ഈ ലജ്ജയും ഈമാനും പരസ്പര ബന്ധിതങ്ങളാണ്. ബോത്ത് ഓഫ് ദം ഇന്റർ റിലേറ്റഡ് ആണ്. ഒരൊറ്റ കൽബിൻ്റെ ഒറ്റ കൊമ്പിലാണ് ലജ്ജയും ഈമാനും തൂങ്ങിക്കിടക്കുന്നത് എന്നാണ്. അപ്പൊ ആ കൊമ്പത്ത് നിന്ന് ഈമാൻ വീണ് പോയാൽ പിന്നെ ലജ്ജ മാത്രം നിൽക്കൂല. ഇതാ സഖത മിൻഹു വാഹിദ്, ആ കൽബിന്റെ കൊമ്പിൽ നിന്ന് ഈമാൻ വീണ് പോയാൽ സഖതത്തിൽ ഉഖ്റാ, ലജ്ജയും വീണു. അതല്ല, ലജ്ജ വീണാൽ ഈമാനും വീണു. അപ്പൊ അതിനൊരു കാര്യം ഉറപ്പിക്കുക, ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരാൾക്ക് ഈമാനില്ലേ നിങ്ങൾ കൂടെ പറഞ്ഞോളൂ, അവന് ലജ്ജയില്ല. ഒരാൾക്ക് ലജ്ജയില്ലേ നിങ്ങൾ പറഞ്ഞോളൂ, അവൾക്ക് ഈമാനുമില്ല. കാരണം എന്താണ്? ഖുരിനാമ, അവ പരസ്പര ബന്ധിതങ്ങളാണ്, അത് പരസ്പരം ബന്ധപ്പെട്ടതാണ് എന്നാണ്. അപ്പോൾ ഈ ഒരു വിശ്വാസധാരയുടെ പുറത്ത് ജീവിച്ച ആൾക്കാരായിരുന്നു അവർ. കാരണം അവർ ലൈഫ് സ്കൂളിലായിരുന്നു. ലൈഫ് സ്കൂൾ, അവരുടെ വീടൊക്കെ ലൈഫ് സ്കൂളാണ്. അപ്പോൾ ആ ലൈഫ് സ്കൂൾ സിസ്റ്റം നമ്മളെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോവാൻ. ഇന്നിപ്പോൾ ഒരു ബിലോ 20, ഒരു 20 വയസ്സിൻ്റെ താഴെയുള്ള നമ്മളെ നാട്ടിലെ കൗമാരക്കാരാകുന്ന മക്കളിൽ മേജറും ഭൂരിഭാഗവും സിംഹഭാഗവും they are living in an parallel world. അവര് ഒരു പ്രത്യേക സമാന്തര ലോകത്താണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയ അപകടം ചെയ്യും, അത് വലിയ ദോഷം ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകർ ബക്കറ്റുമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിങ്ങളെ സമീപിക്കാൻ എല്ലാവരും ഈ പരിശുദ്ധ മഖാമിൻ്റെ ചാരത്തെ വളരെ പ്രൗഢമായ ഒരു ദീനീ പരിപാടിയിലാണ് നമ്മൾ സംബന്ധിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ദുആക്ക് നേതൃത്വം നൽകാൻ വളരെ വൈകാതെ ഇവിടെ എത്തിച്ചേരാനിരിക്കുകയാണ് ബഹുമാന്യനായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ ഉപ്പാപ്പ അവർകൾ. ബഹുമാന്യനായ തങ്ങളവറുകൾ, സയ്യിദ് അവർകൾ ഇന്നത്തെ ദുആക്ക് ഇവിടെ നേതൃത്വം നൽകുകയാണ്. നമ്മുടെ സമാപന പരിപാടിക്കായിരുന്നു തങ്ങളുപ്പാപ്പ വരേണ്ടിയിരുന്നത്. പക്ഷേ അന്ന് സാങ്കേതികമായി ഒരു തടസ്സം നേരിട്ടതിനാൽ തങ്ങൾ നേരത്തെ തന്നെ വരികയാണ്. ആദരണീയനായ നമ്മുടെ ജിഫ്രി തങ്ങൾ ഉപ്പാപ്പ തങ്ങൾ നേരത്തെ ദിവസത്തെ എത്തേണ്ടതായിരുന്നു. ഇൻഷാ അല്ലാഹ് തങ്ങളവറുകൾ നാളെയും എത്തിച്ചേരുന്നതാണ്. ഏതായാലും സയ്യിദന്മാരെ കൊണ്ട്, ആലിമീങ്ങളെ കൊണ്ട്, ബഹുമാന്യരായ ഉസ്താദുമാരെ കൊണ്ട്, പണ്ഡിതരെ കൊണ്ട് നമ്മുടെ പരിശുദ്ധമായിരിക്കുന്ന ഈ മജ്ലിസുൽ ഇൽമി എന്തുകൊണ്ടും ധന്യമാണ്. ഇവിടെ കടക്കുന്ന ആളുകൾ വളരെ അത്യുത്തമരായ ആളുകളാണ്. അവരുടെ ചാരത്ത്, അവരുടെ ഗുരുത്വവും പൊരുത്തവും പ്രതീക്ഷിച്ചിട്ട് അവരുടെ സാമീപ്യത്തിൽ വന്നിട്ട് അവരുടെ ഉറൂസ് മുബാറക്കിന്റെ ഭാഗമായി നമ്മൾ പരിശുദ്ധ തമ്പുരാന്റെ ദർബാറിലേക്ക് രണ്ടു കൈയും നീട്ടി ദുആ ചെയ്യാനുള്ള സദസ്സ് വളരെ അല്പനിമിഷങ്ങൾ കൂടി കഴിഞ്ഞാൽ ഇവിടെ യാഥാർത്ഥ്യമാവും. അല്ലാഹു ഇവിടുത്തെ ചാരത്തെ ഹക്ക് കൊണ്ട്, നമ്മളിവിടെ പങ്കെടുത്തതിൻ്റെ പുണ്യം കൊണ്ട് നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. ആഫിയത്തും ഇസ്സത്തുമുള്ള ദീർഘായുസ് റബ്ബ് തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ നമ്മുടെ കുടുംബങ്ങളെ എല്ലാവരെയും നമ്മളെയും ഇരു ലോകത്തും വിജയികളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. നമ്മളെ മക്കളെയും നമ്മളെയും അല്ലാഹു തആല സ്വാലിഹീൻ
സ്വാലിഹീങ്ങളാക്കട്ടെ. അവസാനം ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അക്ഷരം തെറ്റാതെ മനസ്ഥൈര്യത്തോടുകൂടെ ഉച്ചരിച്ച് അസ്രായീൽ അലൈഹിസ്സലാമിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ അല്ലാഹുവേ ഈ സദസ്സ് കാരണം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ നാഥാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതലായി സുദീർഘമായി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ബഹുമാന്യനായ തങ്ങളവറുകൾ വളരെ വൈകാതെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഈ ഒരു 3-4 ദിവസം ഡിസംബറിൻ്റെ മഞ്ഞു പെയ്യുന്ന രാത്രികളിൽ പല സ്ഥലത്തും ഓപ്പൺ എയറിലാണ് പരിപാടികളൊക്കെ നടക്കാറുള്ളത്. അങ്ങനെ ഈ വൈകി ഓടുന്ന പരിപാടികളിലൊക്കെ തന്നെ ഇങ്ങനെ മഞ്ഞ് അടിച്ചിട്ട് എൻ്റെ 2 നാസാരന്ധ്രങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. ഈ അലർജിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ആ ജലദോഷത്തിൻ്റെയും മൂക്കടപ്പിൻ്റെയും ഇടയിൽ കൂടെ ഞാൻ ഈ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഇന്നിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രകടമായ അസ്വാരസ്യവും അസ്വസ്ഥതയും എന്നെ തെല്ലൊന്നുമല്ല അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാനുള്ള ഈ ഒരു സംവിധാനം വെച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സദയം ക്ഷമിക്കണം. കാരണം പ്രത്യേകിച്ച് ഈ ഒരു തണുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ അലർജൻ്റായിരിക്കുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര അലോസരം ഇതു സംബന്ധിയായിട്ട് ഉണ്ടാകാറുണ്ട്. അതാണിപ്പോൾ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. എന്നാലും അല്ലാഹു തആല നമ്മുടെ ഈ ദീനിയ ഇൽമിൻ്റെ സദസ്സുകളൊക്കെ തന്നെ നമ്മളിൽ നിന്നുള്ള ഒരു വലിയ ഖിദ്മാത്തുൻ വാസിയായിട്ട് നമ്മളെ മീസാൻ എന്ന തുലാസിൻ്റെ നന്മയുടെ തട്ടിൽ നമുക്കൊക്കെ നാളെ പ്രദർശിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ ഈ ഒരു ജീവിത വ്യവസ്ഥിതിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഒരുപാട് മാർഗങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹിൻ്റെ ഹബീബ് 5 കാര്യങ്ങളിൽ നിന്ന് കാവൽ തേടി അള്ളാഹിനോട് ദുആ ചെയ്തിട്ടുണ്ട്. പടച്ചോനെ, എൻ്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഈ കാവൽ എനിക്ക് നിർബന്ധമാണ് റബ്ബേ. മുസ്തഫ നബി തങ്ങൾ ഒന്നാമത് കാവൽ തേടിയത് എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരിസൂ, മോശ സ്വഭാവമുള്ള അയൽവാസിയിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. ഞാൻ എൻ്റെ അയൽവാസിക്ക് മോശ സ്വഭാവക്കാരനാവാനും പാടില്ല, എൻ്റെ അയൽവാസി എനിക്ക് മോശ സ്വഭാവക്കാരനാകാനും പാടില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരിസൂ. അത് നമ്മൾ വളരെ നൈബർഹുഡ്, ഇസ്ലാം ഒരു രക്ഷപ്പെടാനുള്ള 5 മാർഗത്തിൽ നിന്ന് നിബിധങ്ങൾ കാവൽ തേടുകയാണ്. ഒന്നാമത് കാവൽ തേടിയത് മിൻ ജാരിസൂ, എൻ്റെ അയൽവാസി മോശാകാൻ പാടില്ല റബ്ബേ. കാരണം എന്താ? നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റിന് ഡൗൺ ടു എർത്ത്, ഭൂമിയോളം നമ്മൾ താന്ന് എപ്പോഴും നമ്മൾ കോംപ്രമൈസിന് തയ്യാറാകേണ്ട ഒരു ജന്മം ഉണ്ടെങ്കിൽ അത് നമ്മുടെ നൈബറാണ്, അത് നമ്മുടെ ജാറാണ്, നമ്മുടെ ജീറാനാണ്, നമ്മുടെ അയൽവാസികളാണ്. കാരണം അയൽപ്പക്ക ബന്ധം അത്രയും വലിയൊരു ആരോഗ്യം നമുക്ക് തരുന്നുണ്ട്, പോസിറ്റീവ് എനർജി നമുക്ക് തരുന്നുണ്ട് എന്നാണ്. അയൽപ്പക്ക ബന്ധം ഒരിക്കലും അസ്വസ്ഥതയുള്ളതാകാൻ പാടില്ല. ഒരയൽവാസിയായിട്ട് അങ്ങനെ ഒരു അലോഹ്യം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ലോഹ്യത്തിലേക്ക് വഴിമാറാനുള്ള ഈ സിറ്റിങ്ങുകളൊക്കെ തന്നെ നമ്മൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തുകയും വേണം. അയൽപ്പക്ക ബന്ധം എന്നുള്ളത് ഈമാനായിട്ട് വലിയ ബന്ധമുള്ളൊരു സാധനമാണ് അല്ലേ? എന്താ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നുണ്ടല്ലോ, മാസാല ജിബ്രീലു യൂസീനി ബിൽ ജാർ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എന്നോട് അയൽവാസിയെ പറ്റി ഇങ്ങനെ വസിയത്ത് പറഞ്ഞു തരാൻ തുടങ്ങി. ഹത്താ ഖശീതു, എത്രത്തോളം എന്ന് വച്ചാൽ ജിബ്രീലിന്റെ വഅദ് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. അന്നഹു സയുവരിസു, ഇനി പടച്ചോനെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ സ്വത്തിന്റെ അവകാശം അയൽവാസിക്കു കൂടി കൊടുക്കേണ്ടി വരുമോ എന്ന് വരെ ഭയപ്പെടുന്ന രീതിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം അയൽപ്പക്ക ബന്ധത്തെ പറ്റി പുരസ്കരിച്ചിട്ട് എന്നോട് വഅദ് പറഞ്ഞു തന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇനി എങ്ങാനും there is if any option, എന്ത് അനന്തര സ്വത്തിന് മറ്റൊരാൾ ഏറ്റവും കടപ്പെട്ടതായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും അടുത്ത അയൽവാസിയാകുമായിരുന്നു എന്നാണ്. അത്രയും വലിയ ബന്ധമാണ് ഇസ്ലാം നൈബർഹുഡിന് കൊടുക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹിന്റെ ദുആഇന് വലിയ പ്രസക്തിയുണ്ട് നമ്മളെ ഈ കാലത്ത് പ്രത്യേകിച്ചും. കാരണം
എത്ര ബന്ധമുള്ളവരും ഒതുങ്ങിക്കൂടുന്നൊരു കാലമാണ് ഈ കാലം. നമ്മൾ നന്നായി പേടിക്കണം. ഇസ്ലാം നമ്മളോട് പറഞ്ഞത് മാക്സിമം പോപ്പുലർ ആവാനാണ്. യദുല്ലാഹി അലൽ ജമാ. അതിനല്ലേ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറക്കുന്നത് ദീനുൽ ഇസ്ലാം. ളുഹർ ബാങ്ക് കൊടുത്തു, ആ ബാങ്കിൽ പറഞ്ഞ എന്താ? ഹയ്യ അലസ് സ്വലാ, നിങ്ങൾ നിസ്കാരത്തേക്ക് വരി. പിന്നെ പറയേണ്ടത് ഹയ്യ അലൽ ഫലാഹ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ വരുന്നത് വിജയത്തിലേക്കാണ്. നിസ്കാരത്തിൽ വിജയം കിട്ടുക എന്ന് പറഞ്ഞാൽ ആഖിറത്തിലെ നിസ്കരിച്ചതിൻ്റെ പേരിൽ ആഖിറം രക്ഷപ്പെടൽ മാത്രമല്ല, റബ്ബന ആത്തിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന എന്നാണ് പല മഹാന്മാരും പറഞ്ഞത്. ഒരാൾ മുൻഫരിദായിട്ട് വീട്ടിൽ നിന്ന് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം ജമാഅത്ത് കെ സാത്ത് നമാസ് അദാ കർനെ മേ മിൽത്തി ഹൈ. എന്താ ഇതിന്റെ കാരണം പറഞ്ഞത്? അത് 27 ഇരട്ടി പ്രതിഫലം നാളെ ആഖിറത്തിൽ കിട്ടും എന്ന് മാത്രമല്ല, പല പണ്ഡിതന്മാരും അതിൽ അഭിപ്രായം പറഞ്ഞത് അയാൾ ഒറ്റക്ക് വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ബെനിഫിറ്റ്സ് അയാൾക്ക് 27 ലാഭം ഈ ദുനിയാവിൽ കിട്ടുന്നു. ഒന്നാമത് അയാൾ ജമാഅത്തിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. അപ്പോൾ ആ ഇറങ്ങുമ്പോൾ അയാൾ എന്തൊക്കെ ശ്രദ്ധിക്കും? അയാളുടെ ഡ്രസ്സിൻ്റെ ഹൈജീൻ ശ്രദ്ധിക്കും എന്നാണ്. എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്തണോ, എൻ്റെ ഡ്രസ്സ് അയൺ ചെയ്തണോ? അപ്പോൾ നമ്മൾ ഹൈജീൻ ആവും, നമ്മൾ കുറച്ചുകൂടി വൃത്തിയുള്ള ആളാകും. പെർഫ്യൂംസ് നമ്മൾ അത്രയൊക്കെ പുരട്ടും. അത് വീട്ടിൽ നിന്ന് മുസല്ലിട്ട് നിസ്കരിക്കുകയാണെങ്കിലോ ഒരു കൈലിമുണ്ടും ഒരു കഞ്ഞിപ്പുറാക്ക് ബനിയാനും മതി, അല്ലേ? ആര് കാണാൻ? നമ്മൾ അള്ളാൻ്റെ മുമ്പിൽ ശുദ്ധിയും വൃത്തിയും ഉള്ള ഒരു മുസല്ലയിൽ അതേ വസ്ത്രം അണിഞ്ഞിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ വേറൊന്നും വേണ്ടല്ലോ. പക്ഷെ ചൊങ്കും ചൊറുക്കും ഒക്കെ ശ്രദ്ധിക്കുന്ന എപ്പോഴാണ്? നമ്മൾ പൊതുസഭയിലേക്ക് ഇറങ്ങുമ്പോഴാണ്. അപ്പോൾ ഒരു മനുഷ്യൻ വ്യക്തിത്വം ശ്രദ്ധിക്കാൻ, ഭാഷ ശ്രദ്ധിക്കാൻ, നോട്ടം ശ്രദ്ധിക്കാൻ. അയാൾ ഐസൊലേറ്റഡ് ആയിട്ട് വീട്ടിൽ ഒറ്റക്ക് നിൽക്കുകയാണ്. ജമാഅത്ത് നിസ്കാരം അറ്റൻഡ് ചെയ്യാനുള്ള നിയ്യത്ത് ഐസൊലേഷൻ ബ്രേക്ക് ചെയ്തു. അയാൾ പുറത്തേക്ക് ഇറങ്ങിയതോടുകൂടെ അയാളെ ഫ്രസ്ട്രേഷനൊക്കെ തീർന്നല്ലോ. അത് വേറെ ബെനിഫിറ്റാണ്. ഒരു വീട്ടിൽ ഇങ്ങനെ അടിച്ചിരുന്നാൽ അയാൾ റിലാക്സേഷനൊക്കെ പോകും. വീട്ടിൽ തന്നെ ഒതുങ്ങിയിരുന്നാൽ നമ്മൾ വളരെ വൈകിയാതെ രോഗിയാവുക പറഞ്ഞാൽ ആദ്യം മാനസിക വിഭ്രാന്തിയുള്ള ആളാവുകയും അത് ശാരീരിക വിഭ്രാന്തിയിലേക്ക് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ക്ഷയത്തിലേക്ക് വഴിമാറുകയും ചെയ്യും. നമ്മളൊക്കെ ഈ രോഗികളാക്കുന്നതും ആരോഗ്യവാന്മാരാക്കുന്നതും ഒക്കെ ഹോർമോണുകളാണ്. അപ്പോൾ ഈ ബാഡ് ഹോർമോൺ അമിതമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഉത്കണ്ഠ ഉണ്ടാവുക, സമ്മർദ്ദങ്ങൾ ഉണ്ടാവുക, നമ്മളെ ഓരോ ശാരീരിക അവയവങ്ങളുടെയും അവസ്ഥകൾ മാറുക. അപ്പോൾ ഹോർമോൺ ചിന്തയിൽ നിന്നാണ് പല വിക്ഷോഭങ്ങളും വരുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തക്ക് പ്യൂരിറ്റി കൊടുക്കുകയാണ് നിസ്കാരം പോലുള്ള ഇബാദത്ത്. അതുകൊണ്ടാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങൾ അറിയണം ദൈവസ്മരണയാകുന്ന നിസ്കാരം, മെഡിറ്റേഷൻ, പ്രയർ, ഇതുകൊണ്ടാണ് ഇത്മീനാനുൽ ഖൽബ്, മനസ്സിന് സമാധാനം കിട്ടുന്നത്. ഇത് മെഡിക്കലി പ്രൂവ് ചെയ്ത യാഥാർത്ഥ്യങ്ങളാണ്. എന്നിട്ട് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ആരോഗ്യ വിദഗ്ധനായ ഡോക്ടർ പറയുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ആൾമോസ്റ്റ് നിങ്ങൾ ഏത് മതക്കാരാണെങ്കിലും ഒരു 45 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. നമ്മൾ 5 വക്ത നിസ്കാരത്തിൻ്റെ ഏകദേശ സമയമാണത്. അതവർ പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാണ്, ഇപ്പം ഈ ആത്മഹത്യാ കേസുകളൊക്കെ നമ്മളെ കുടുംബങ്ങളിലേക്ക് എത്തില്ലേ, മുസ്ലിം സമൂഹത്തിലേക്ക് എത്തില്ലേ? പഴയ കാലത്ത് മുസ്ലിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നോ? എന്താ കാരണം? മരിച്ചു ചെല്ലണം എന്നുള്ള ബോധം കൽബിന്ന് അസ്തമിക്കുമ്പോഴാണ് ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുക. ഇപ്പം നമ്മളെ എത്ര കുടുംബിനികളാണ്, എത്ര കുടുംബനാഥന്മാരാണ് മുസ്ലിം ഇസ്ലാമിക കൾച്ചറിൽ നിന്ന് ആത്മഹത്യ ചെയ്യുന്നത്? അപ്പോൾ നമ്മളെ മനുഷ്യൻ്റെ മൈൻഡ് 3 വിധമാണ്. ഒന്ന് വൈസ് മൈൻഡ്, നല്ല ബുദ്ധിയുള്ള, തൻ്റെടമുള്ള, പക്വതയുള്ള, വിവേകമുള്ള മനസ്സ്. രണ്ടാമത്തെ മനസ്സ് റീസണബിൾ മൈൻഡ്, അഥവാ യുക്തിക്ക് അനുസരിച്ച് ചിന്തിക്കുന്ന മൈൻഡ്. മൂന്നാമത്തെ മൈൻഡ് ഇമോഷണൽ മൈൻഡ്. അതാണ് ഇമോഷണൽ മൈൻഡാണ് വൈകാരികമായ മനസ്സ്. അവർക്ക് വിവേകം കുറവായിരിക്കും, വികാരം കൂടുതലായിരിക്കും. മീൻസ് ദേഷ്യമാണെങ്കിൽ ദേഷ്യം, വാശിയാണെങ്കിൽ വാശി, ദുഃഖമാണെങ്കിൽ ദുഃഖം, സങ്കടമാണെങ്കിൽ സങ്കടം, സന്തോഷമാണെങ്കിൽ സന്തോഷം. അവർ ഏത് അവസ്ഥയിലും അതിൻ്റെ എക്സ്ട്രീം ലെവലിലായിരിക്കും. ഇപ്പോൾ ഹാപ്പി ആണെങ്കിൽ എക്സ്ട്രീം ഹാപ്പി, സാഡ് ആണെങ്കിൽ എക്സ്ട്രീം സാഡ്. ഇങ്ങനെയുള്ള കുറേ മനുഷ്യന്മാരുണ്ട്. അപ്പോൾ അവർ എപ്പോഴും അതിൻ്റെ പീക്ക് ലെവലിലായിരിക്കും. ഇവരാണ് ഇമോഷണൽ മൈൻഡിൻ്റെ ആളുകൾ. ഈ ഇമോഷണൽ മൈൻഡൊക്കെ വൈസ് മൈൻഡിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ മാർഗം മെഡിസിൻ കഴിക്കലല്ല, മെഡിറ്റേഷനാണ്. എന്താ ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഏകാഗ്രത കിട്ടുന്ന എന്തെങ്കിലും അമല് ചെയ്യാതെ. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി
എൻ്റെ നിസ്കാരം, എൻ്റെ സകലമാന ആരാധനകൾ, എൻ്റെ ജീവിതം, എൻ്റെ മരണം പോലും ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ ലോകരക്ഷിതാവിനാണ്. ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. വബിദാലിക ഉമിർതു, അക്കാര്യം കൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത്. വഅന മിനൽ മുസ്ലിമീൻ, അതുകൊണ്ട് ഞാൻ മുസ്ലിമാണ് റബ്ബേ. എല്ലാം റബ്ബിന് കൊടുക്കുകയാണ്. നമുക്ക് എത്ര ആൾക്ക് അങ്ങനത്തെ നിസ്കാരം നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി സലാം വീട്ടണ വരെ ബാഹ്യമായ ഒരു ചിന്തയും വരാതെ ഫുള്ളി സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കിയാൽ പോരാ, കണ്ണവിടായാൽ പോരാ, ഖൽബ് റബ്ബിൻ്റെ അടുത്താകണം. റബ്ബിന് വേണ്ടി, ലില്ലാഹി തആല എന്നാ നിയത്തിൽ പറഞ്ഞത്, അള്ളാഹ്ക്ക് വേണ്ടി. അങ്ങനെ ഒരു വഖ്ത് നിസ്കാരം നമ്മൾ നിർവഹിച്ചാൽ അതിൻ്റെ മാറ്റം നമ്മുടെ ഹെൽത്തിലടക്കം കാണും. 3 മാസം അമേരിക്കയിൽ ഒരു പഠനം നടന്നിട്ടുണ്ട്. 3 മാസം മെഡിറ്റേഷനിൽ ഒരു ടീമിനിട്ടു. വേറൊരു ടീമിനെ ദൈവഭക്തി ഇല്ലാത്ത, ഈശ്വര ചിന്തയില്ലാത്ത, പ്രാർത്ഥനാബോധം ഇല്ലാത്ത ഒരു വിഭാഗത്തെ വേറൊരു സ്ഥലത്തിട്ടു. അവർക്ക് പ്രത്യേകിച്ചൊരു ബോധമില്ല. അവർ എൻജോയ് ദി ലൈഫ്, പരമാവധി ജീവിതം അടിച്ചു പൊളിച്ചോളൂ, ഈ ജീവിതത്തോടു കൂടെ എല്ലാം കഴിഞ്ഞു, നിങ്ങൾ മരിച്ചാൽ പിന്നെ ഒരു ജീവിതമല്ല എന്ന് വിശ്വസിക്കുന്ന ദൈവനിഷേധികളാണ്. അവരിങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി ജീവിക്കാൻ. ആ ആളുകളുടെ ബ്ലഡ് എടുത്തിട്ട് ഡയഗ്നോസ് ചെയ്തു ലബോറട്ടറിയിൽ. ഈ ഭക്തിയോടുകൂടെ മെഡിറ്റേഷൻ, ആരാധനകളും ഏകാഗ്രത മുറകളൊക്കെ ചെയ്യുന്ന ഭക്തന്മാരായ മന്ത്രവും പ്രാർത്ഥനയൊക്കെ ഉള്ള ആളുകളുടെ ബ്ലഡ് എടുത്തിട്ട് ലബോറട്ടറിയിൽ പരിശോധന നടത്തി. ഈ 2 വിഭാഗം മനുഷ്യരുടെയും ബ്ലഡിൽ ഡയഗ്നോസ് ചെയ്യപ്പെട്ടപ്പോൾ റിസൾട്ട് വന്നതിൽ ഭയങ്കര അജഗജ അന്തരമായിരുന്നു. അജവും ഗജവും തമ്മിലുള്ള അന്തരം, വ്യത്യാസം. ഒന്നാമത്തെ വിഭാഗത്തിൽ നിന്ന് രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയും വഴിപാടും മന്ത്രവും ജപവും ഒന്നും ഇല്ലാത്ത, ഈശ്വരഭക്തി ഇല്ലാത്ത ആളുകൾ, എങ്ങനെയും തോന്നിയ പോലെ ജീവിക്കാം എന്ന് വിചാരിച്ച് ജീവിതം അടിച്ചു പൊളിക്കുന്ന ആളുകളുടെ ബ്ലഡിൽ നിന്ന് അത് ലബോറട്ടറിയിൽ ഡയഗ്നോസ് ചെയ്യപ്പോൾ കിട്ടിയ റിസൾട്ട് എന്താണ്? അവരുടെ ശരീരത്തിലെ മാനസിക സമ്മർദ്ദങ്ങളെ വർദ്ധിപ്പിക്കുന്ന ലാക്ടേറ്റ് എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് അത് പരിധിയിൽ കൂടുതലാണ്. മെഡിറ്റേഷൻ നിർവഹിക്കുന്നവരെ ബ്ലഡ് എടുത്തപ്പോഴോ അവരുടെ ശരീരത്തിൽ മാനസിക സമ്മർദ്ദം കൂട്ടുന്ന, പെട്ടെന്ന് ആത്മഹത്യാ മനോഭാവം ഒക്കെ കൊണ്ടുവരുന്ന, മനോരോഗിയാക്കി മാറ്റുന്ന ഈ ലാക്ടേറ്റിൻ്റെ അളവ് 1000 ഗുളിക, 1000 ക്യാപ്സൂള് കുടിച്ചാൽ എത്ര തോതിലാണോ കുറയുക അതേ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. ആരോഗ്യ വിദഗ്ധർ പോലും അത്ഭുതപ്പെട്ടു. എന്താണ് ഇതിൻ്റെ കാരണം? ഇവരാരും മെഡിസിൻ കഴിച്ചിട്ടില്ല. എന്തേ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഖൽബിന് സമാധാനം കിട്ടല് നമ്മളെ നിസ്കാരാകുമ്പോഴാണ്. അപ്പം നമ്മുടെ റമദാനൊക്കെ വന്നാൽ നമ്മളെ പള്ളി നിറഞ്ഞ് കവിയാണ്. ജുമാക്ക് അറ്റൻഡ് ചെയ്യാത്തൊരു കുഴപ്പം നമുക്കുണ്ടോ? പണ്ടത്തെ കാലത്തൊക്കെ ജുമാൻ്റെ അവബോധം കിട്ടാത്തതിൻ്റെ പേരിൽ ജുമാ മുടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് ചെറിയ മക്കൾ വരെ ജുമാക്ക് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പള്ളിയിലെത്താത്ത കുഴപ്പമില്ല നമുക്കുള്ളത്. ബട്ട് അതതിൻ്റെ കോർ, അതിൻ്റെ കഥാതന്തു കണ്ടിട്ടില്ല. നമ്മൾ നിസ്കരിക്കുന്നു, പിരിയുന്നു, പ്രാർത്ഥിക്കുന്നു, പിരിയുന്നു, ഒക്കെ ഒരു തരം എക്സ്പ്രഷൻ, ഒരു പ്രകടനപരതയായി മാറുന്നു. അത് ഉള്ളു തട്ടാത്തതിൻ്റെ കമ്മിയാണ് ഇന്ന് ഫലപ്രാപ്തി റിസൾട്ട് നമുക്ക് കിട്ടാത്തത്. അതുകൊണ്ട് ആത്മഹത്യാ മനോഭാവങ്ങളൊക്കെ പെരുകി. കാരണം എന്താണ്? മരിച്ചു ചെല്ലണം എന്നുള്ള ബോധം ഇതുവരെ ഉള്ളിൽ തട്ടിയിട്ടില്ല. ആ ഉള്ളിൽ തട്ടാത്ത കാലത്തോളം നമ്മുടെ തലമുറകൾ അങ്ങനെ തന്നെ തുടർന്നു പോകുന്നതാണ്. അപ്പം നല്ലൊരു അവബോധമാകുന്ന ക്യാപ്സൂള് കുടുംബങ്ങളിലേക്ക് ഒക്കെ കൊടുക്കേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മളെ കുട്ടികൾ വളരെ ലാവിഷായിട്ട് മാരകമായ ലഹരി വസ്തുക്കൾ യൂസ് ചെയ്യാൻ തുടങ്ങിയില്ല ഇന്നത്തെ കാലത്ത്. പഴയകാലത്ത് WWW എന്ന് പറയും അല്ലേ? വുമൺ, വൈൻ, വാർ, പെണ്ണ്, മദ്യം, യുദ്ധം, ഇതില്ലാതെ എനിക്ക് ജീവിതമില്ല എന്ന് പറഞ്ഞിരുന്ന കാട്ടറബിയുടെ കാലഘട്ടത്തിൽ നിന്ന് ഒരു ഇരുട്ടിൻ്റെ ഉപാസകരായ ഒരു ജനതയെ നല്ല മൂല്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ അവരെ പറ്റി പരിശുദ്ധ നബി പറഞ്ഞ എന്താണ്? അസ്ഹാബി കന്നുജൂം, എൻ്റെ സഹാബികൾ വാനലോകത്ത് വെട്ടിത്തിളങ്ങുന്ന വെള്ളി നക്ഷത്രങ്ങൾക്ക് സമാനമാണ്. അതുകൊണ്ട് നിങ്ങൾ അവരിൽ നിന്ന് ആരെ പിൻപറ്റിയാലും നിങ്ങൾക്ക് ഹിദായത്തുണ്ട്. എൻ്റെ 1,24,000 വരുന്ന സഹാബത്ത് അങ്ങനെയാണ്. അവർ പഴച്ചിട്ടില്ല, അവർ ഹിദായത്ത് നൽകുന്ന നക്ഷത്രങ്ങളാണ്.
ആ സ്വഹാബക്ക് അവരുടെ ദൗത്യം നിർവഹിച്ചില്ലേ? മദീനത്തെ പള്ളിയുടെ ചുറ്റുപാട് ജന്നത്തുൽ ബഖീയിൽ 1,24,000 പരം സ്വഹാബത്ത് ഹബീബായ തിരുമേനിക്കുണ്ടായിട്ട് 10,000 ചില്ലാനം ആൾക്കാർ മാത്രമാണ് അവിടെ മറവിട്ട് കിടക്കുന്നത്. ബാക്കി 1,15,000 അടുത്ത ആളുകൾ എവിടെ പോയി? ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ പോയി കിടക്കുന്നുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുണ്ട്, യൂറോപ്യൻ കൺട്രിയിലുണ്ട്, സൗത്ത് ഏഷ്യയിലുണ്ട്, എല്ലാ ഭാഗത്തും എത്തിയില്ലേ? എന്തേ? അവർ ദഅവത്തിലാണ്. അതുകൊണ്ട് ദോഷ് അവരുടെ ചുമലിലാണ് അവരുടെ വീട്, അവരുടെ ചുമലിലാണ് അവരുടെ വീട്. മക്ക വിട്ട് മദീനയിലേക്ക് വന്നപ്പോ ബിലാൽ റബാഹ കരഞ്ഞിട്ട് ഇങ്ങനെ പാട്ട് പാടുകയാണ്. അലാ ലൈത ശിഅരി ഹൽ അബീതന്ന ലൈലതൻ ബിവാദിൻ വഹൗലി ഇദ്ഖിറും വജലീലു വഹൽ ആരിദൻ യൗമൻ മിയാഹാമി ജന്നതി വഹൽ യബ്ദു വല്ലി ശാമതും വതഫീലു. പടച്ചോനെ തമ്പുരാനെ, ഞങ്ങളെ വീടുള്ളത് മക്കയിലാണ്, ഞങ്ങളെ കൃഷിയിടമുള്ളത് മക്കയിലാണ്, ഞങ്ങളെ ഉറ്റവരുള്ളത് മക്കയിലാണ്, ഞങ്ങളെ വേണ്ടപ്പെട്ടത് മുഴുവൻ മക്കയിലാണ്. ആ മക്ക വിട്ടിട്ട് ഞങ്ങളുമായി യാതൊരു പരിചയവുമില്ലാത്ത നാട്ടിലാണ് ഇന്ന് ഞങ്ങൾ വന്ന് പാർക്കുന്നത്. റബ്ബേ, ഇവിടെ ഞങ്ങൾക്ക് വീടായിട്ടില്ല, ഞങ്ങൾ ടെന്റ് കെട്ടിയിട്ടാണ് പാർക്കുന്നത് തമ്പുരാനെ. ഇനി മക്കയിലേക്ക് തിരിച്ചു പോവുകയുമില്ല. ആ നാട് എന്നേക്കുമായി ഞങ്ങൾ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ഇവിടത്തെ സിറ്റിസൺ, ഇനി ഞങ്ങൾ ഇവിടത്തെ താമസക്കാർ. അലാ ലൈത ശിഅരി ഹൽ അബീതന്ന ലൈലതൻ ബിവാദിൻ വഹൗലി ഇദ്ഖിറും വജലീലു. ഇദ്ഖിർ പുല്ലുകളുള്ള, ജലീൽ മരങ്ങളുള്ള എൻ്റെ വാദി, എൻ്റെ താഴ്വാരം കിടക്കുന്നത് മക്കയിലാണ്. ആ മക്കയിലെ താഴ്വാരം എൻ്റെ അടുക്കലേക്ക് ഇനി വിരുന്നു വരുമോ? ഞാൻ വളർന്ന് അടിവെച്ച എൻ്റെ ഗ്രാമ്യ ഭംഗി, എൻ്റെ ചെറുപ്പകാലത്തെ കണ്ടിരിക്കുന്ന ഗ്രാമിക, എൻ്റെ വീട്, എൻ്റെ കൃഷിയിടം, എൻ്റെ എല്ലാം അതിട്ടേച്ചിട്ട് ഞങ്ങൾ മറ്റൊരു നാട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് തമ്പുരാനെ. ബിലാൽ ഇബ്നു റബാഹയുടെ ടെന്റിൽ നിന്ന്, ഗദ്ഗദത്തിൽ നിന്ന് കുതിർന്നു വീണ കവിതകൾ റസൂലുള്ള കിടക്കുന്ന ടെന്റിലേക്ക് രാത്രിയിലെ കാറ്റിങ്ങനെ കൊണ്ടെത്തിക്കുമ്പോ അസ്റഫുൽ ഖൽഖ് അവിടുത്തെ ടെന്റിൽ നിന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പടച്ചോനെ തമ്പുരാനെ, എൻ്റെ കൂടെ നിന്റെ മതത്തിന് വേണ്ടി മക്ക വിട്ടിട്ട്, മക്കയുമായിട്ടുള്ള ബന്ധം മുഴുവൻ പറിച്ചിട്ടിട്ട് മറ്റൊരു രാജ്യത്ത് വന്നിട്ട് ടെന്റ് കെട്ടിപ്പാർക്കുന്ന എൻ്റെ സ്വഹാബികൾ വേദന കൊണ്ട് കരയുന്നുണ്ട്. റബ്ബേ, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന. അല്ലാഹുവേ, മദീനയെ ഞങ്ങൾക്ക് എത്രയും ഇഷ്ടപ്പെടുത്തണേ റബ്ബേ. കമാ ഹബ്ബബ്ത ഇലൈനൽ മക്കത ഔ അശദ്. മക്കയോട് ഞങ്ങൾക്കുണ്ടായ ഇഷ്ടം എത്രയായിരുന്നോ അത്രയോ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടിയോ ഇഷ്ടം. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന. ഞങ്ങൾ ഇനി മുതൽ മരണം വരെ അധിവസിക്കാനിരിക്കുന്ന മദീനയോട് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ആ ഒരൊറ്റ പ്രാർത്ഥനയോടുകൂടെ മദീന അവരെ ആലിംഗനം ചെയ്യാൻ, പരിരംഭണം ചെയ്യാൻ, ആ നാടിനെ പിന്നെ അവർ ഉൾക്കൊള്ളാൻ, നാട് അവരെ ഉൾക്കൊള്ളാൻ. നോക്കൂ നിങ്ങൾ, നമ്മൾ സഞ്ചാരിയാണ് എന്നാണ് ഇതൊക്കെ ബോധ്യപ്പെടുത്തിയത്. നമ്മൾ സഞ്ചാരിയാണ്. അതുകൊണ്ട് പഴയ ആൾക്കാരൊക്കെ ഒരാൾ വേറൊരാളെ കണ്ടാൽ അന്ന് പാട്ട് പാടിയിരുന്നു എന്നാണ്. പോവണ്ടയോ സഹോദരാ പരലോകത്തെങ്ങും പാർക്കുവാൻ, പോകും വഴിക്കുള്ള ഭക്ഷണം പൊതിയിൽ നിറക്കുവീൻ ക്ഷണം. നമ്മൾ സോളോ ട്രിപ്പുകാരനാണ്. കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊക്കെ നാട്ടിൻപുറത്ത് കൂടെ കുറേ കുട്ടികൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകാറുണ്ട്. അയ്യപ്പ ഭക്തന്മാര് സ്വാമിയെ ശരണമയ്യപ്പ എന്നും പറഞ്ഞ് പമ്പയിലേക്ക് ഭക്തരായിട്ട് നടന്നു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. വാഹനം കയറാത്ത നഗ്നപാതന്മാരായി ഇരുമുടിക്കെട്ട് തലയിൽ ചുമന്നിട്ട് അവരിങ്ങനെ നടന്നു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഒക്കെ സോളോ ട്രിപ്പുകാരാൻ, ഏകാന്ത യാത്രക്കാരനാണ് അവനിങ്ങനെ പോവുകയാണ്. അവനറിയാം ഞാൻ വെയിൽ വന്നാൽ ഒരു മരത്തിൻ്റെ ചോട്ടിൽ അഭയം പ്രാപിക്കുന്നതാണ്. ആ വെയിലിൻ്റെ ചോട്ടിൽ
മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് വെയിൽ നീങ്ങിയാൽ അവൻ വീണ്ടും അവൻ്റെ കെട്ടെടുത്തിട്ട് തലയിൽ ചുമന്നിട്ട് യാത്ര തുടരുകയാണ്. അതുപോലെയാണ് മസലീവ മസലുദ്ദുന്യ, എൻ്റെയും ദുനിയാവിൻ്റെയും ഉദാഹരണം അതുപോലെയാണ്. ഞാനും ഇതുപോലെ തലയിൽ ചുമട് കെട്ടി നടക്കുന്ന ഒരു യാത്രക്കാരനാണ്. ഒരു മരം കണ്ടപ്പോൾ അതിൻ്റെ തണലിൽ വിശ്രമിച്ചു. സൂര്യൻ തെറ്റിയപ്പോൾ തണലും തെറ്റി. എൻ്റെ ബാണ്ടക്കെട്ടെടുത്തിട്ട് ഞാൻ അടുത്ത ഡെസ്റ്റിനേഷൻ ലക്ഷ്യം വെച്ചിട്ട് യാത്ര തുടർന്നു. ഇതാണ് ദുനിയാവ്, ഇതാണ് ദുനിയാവ്. അപ്പോൾ നമ്മളെ വീടല്ല അത്ര ആദ്യത്തെ ഭവനം. നമ്മളിപ്പോൾ ആഖിറത്തിലേക്കുള്ള യാത്രയിലാണല്ലോ അല്ലേ? എവിടുന്ന് തുടങ്ങിയതാണ്? ആലമുൽ അർവാഹിൽ നിന്ന് നമ്മളെ റൂഹാകുന്ന ഒരു ഇലയെ പറിച്ചിട്ട് നമ്മളെ ഉമ്മാൻ്റെ യൂട്രസിലേക്ക്, ഗർഭപാത്രത്തിലേക്ക് മലക്ക് വന്ന് സന്നിവേശിപ്പിച്ചതോടുകൂടെ നമ്മുടെ യാത്രക്ക് സ്പീഡ് കൂടി. പിന്നെ നമ്മളെ ഉമ്മ പ്രസവിച്ചു. അപ്പോഴും നമ്മൾ എങ്ങോട്ടുള്ള യാത്രയിലാണ്? ആഖിറത്തിലേക്കുള്ള യാത്രയിലാണ്. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ നടക്കുകയാണ്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഡിസംബർ 31 വരികയാണ്. നമ്മളെ മക്കളൊക്കെ നമ്മളെ ഉമ്മമാരെ ശ്രദ്ധിക്കണം. ഡിസംബർ 31 രാത്രി 10 മണിക്കുള്ളിൽ എൻ്റെ ഓരോ മകനും മകളും വീട്ടിലുണ്ട് എന്ന് ഉറപ്പ് വരുത്താനുള്ള മനസാക്ഷി, അവരെ പുറത്തേക്ക് വിടാൻ ഒരു നിലക്കും നമ്മൾ അനുവദിച്ചുകൂടാ. അവർ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങുകയാണെങ്കിൽ പുതിയ കാലത്തിൻ്റെ പലകപ്പുറത്ത് നിങ്ങൾ കൊള്ളാത്തവർ എന്ന് കാലം എന്നോ മുദ്രകുത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് അതിൻ്റെ അർത്ഥം. പടക്കപ്പൊട്ടുകൾ വാരി വിതറി നമ്മളെ കുട്ടികൾ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത് ന്യൂ ഇയർ ആണ്. ന്യൂ ഇയർ ഒമാനായ സയ്യിദ് അവറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച് ഇപ്പോൾ വരും. ഒരു 4-5 മിനിറ്റ് കൊണ്ട് എത്തും ഇൻഷാ അല്ലാഹ്. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക എല്ലാവരും സദസ്സിൽ വന്നിരിക്കണം. അപ്പം അങ്ങനെയാണ് ഡിസംബർ 31. അത് പഴയ ആലിമീങ്ങളൊക്കെ, അത് ഗ്രിഗേറിയൻ കലണ്ടർ ആവട്ടെ, അത് ഹിജ്രി കലണ്ടർ ആകട്ടെ, ഏത് കലണ്ടർ ആണെങ്കിലും ശരി, ഒരു വർഷാണ്ട് കഴിയുമ്പോൾ പഴയ മഹാന്മാരൊക്കെ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, അള്ളാഹു ഞാൻ ഖബറിലേക്ക് എത്താൻ എത്ര കൊല്ലം നടക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ ആ എഴുതി വെക്കപ്പെട്ടതിൽ നിന്നൊരു കൊല്ലം കൂടി എൻ്റെ പറ്റുപുസ്തകത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയി. ഒരു കൊല്ലം കൂടി ഞാൻ ഖബറിലേക്ക് അടുത്തു. നോക്കൂ നിങ്ങൾ. അങ്ങനെ ജനുവരി 1, 2023 നിന്ന് 2024 ആക്ച്വലി ആസ് എ മുസ്ലിം വി ആർ സെലിബ്രേറ്റിംഗ് അറബിക് ഇറ അല്ലേ? പക്ഷേ ഇനി ഗ്രിഗേറിയൻ കലണ്ടർ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. 2023 ആണ്ടിൽ നിന്ന് 2024 ആണ്ടിനെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പറയുന്നൊരു വാക്ക്, അന്ന് മഹാന്മാർ പറഞ്ഞു, ഖബറിലേക്ക് ഞാൻ ഒരു കൊല്ലം കൂടി അടുത്തു. ഈ ബോധമുള്ളവന് എങ്ങനെയാണ് പടക്കപ്പൊട്ടുകൾ വാരി വിതറി ഹാപ്പി ന്യൂ ഇയർ കൺഗ്രാറ്റ്സ് കൊടുക്കാൻ കഴിയുക? ഒരു നിലക്കും സാധിക്കൂല. മനസാക്ഷിയുള്ളവന് കഴിയൂല. അപ്പം എന്താണ്? മനസാക്ഷി ചത്തു, മരവിച്ചു എന്നാണ് ഇതിൻ്റെ മയന. وكم من صحيح مات من غير علة وكم من مريض عاش دهرا إلى دهره وكم من فتى يمسي ويصبح آمنا فقد نوسجت أكفانه فهو لا يدري. വകം മിൻ സ്വഹീഹിൻ, എത്ര ആരോഗ്യമുള്ള ആൾക്കാരാണ്. മാത മിൻ ഗൈരി ഇല്ലതി, വിതൗട്ട് എനി റീസൺ. മാത, അവർ മരിച്ചു പോവാണ്. എത്ര ആരോഗ്യമുള്ള ആളുകൾ. മാത മിൻ ഗൈരി ഇല്ലതി, ഒരു കാരണവും കൂടാതെ പെട്ടെന്ന് അവർ മരിച്ചു പോവുകയാണ്. കമ്മിമ്മരീദിൻ, ഇപ്പുറത്ത് എത്ര രോഗികളാണ്. കാലങ്ങളോളം അവർ ജീവിക്കുകയാണ്, യുഗങ്ങളോളം അവർ ജീവിക്കുകയാണ്, കാലങ്ങളോളം. പല രോഗികളെ പറ്റി നമ്മൾ വിലയിരുത്തും, വിധി എഴുതും. ഇവർക്കിനി കുറഞ്ഞ ആയുസേ ഉള്ളൂ. അത് റബ്ബിൻ്റെ കണക്കിലാണ്.
ഇപ്പുറത്ത് ഒരുപാട് കാലം ഇനിയും ആയുർദൈർഘ്യമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചവർ മാത മിൻ ഗൈരി ഇല്ലതി, ഒരു കാരണവും കൂടാതെ പെട്ടെന്ന് മരിച്ചു പോവുകയാണ്. അതുകൊണ്ട് വകം മിൻ ഫതൻ, എത്ര യുവതി യുവാക്കളാണ് യുംസി വയുസ്ബിഹു ആമിനാ, നേരം വെളുക്കുന്നു നിർഭയത്വത്തോടുകൂടെ തന്നെ വൈകുന്നേരത്തെ വരവേൽക്കുന്നു. അവർക്കൊരു ഐഡിയയും ഇല്ല, അവർക്കൊരു കണക്ക് കൂട്ടലുമില്ല. എന്നാൽ അവരറിയണം ഫഖദ് നുസിജത് അക്ഫാനുഹു, അവർക്ക് ഒടുക്കത്തെ യാത്ര പോകാനുള്ള വെള്ളപ്പുടവ അത് നെയ്തെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മളെ വെളിപ്പാടകലയുള്ള തൊട്ടപ്പുറത്തെ ടെക്സ്റ്റൈൽ ഷോറൂമിൻ്റെ തട്ടുകൾക്കിടയിൽ മടക്കായി അടുക്കായിട്ട് എന്നോ എത്തിക്കഴിഞ്ഞു. 8 മാസം കഴിഞ്ഞിട്ട് നമ്മുടെ കസിൻ ബ്രദർ അല്ലെങ്കിൽ നമ്മുടെ ബ്രദർ ഇൻ ലോ, അദ്ദേഹത്തിൻ്റെ ഒരു കല്യാണ പരിപാടി ഫിക്സ് ചെയ്തിട്ടുണ്ട്. 8 മാസം കഴിഞ്ഞിട്ടാണ് പരിപാടി. അപ്പം നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചു, കുടുംബക്കാരൊക്കെ നമ്മൾ ഒറ്റ ഡ്രസ് കോഡിൽ ഇറങ്ങണം, പുതിയാപ്പളയുടെ പരിപാടിക്ക് എങ്കേമാക്കണം, അതൊക്കെ ഫിക്സ് ചെയ്തു. പക്ഷേ അന്ന് ധരിക്കേണ്ട ഡ്രസ്സ് ഏത് എന്ന് തീരുമാനിച്ചിട്ടില്ല, അത് നെയ്യാൻ കൊടുത്തിട്ടില്ല, അതിൻ്റെ ഡിസൈൻ ഫൈനൽ ചെയ്തിട്ടില്ല, ഒന്നും ആയിട്ടില്ല. എന്നിട്ട് പോലും പരിപാടി ഫിക്സ്ഡാണ്. പരിപാടി 8 മാസം കഴിഞ്ഞാൽ റെഡിയാണ്. അപ്പം അതിക്കുള്ള ഡ്രസ്സൊന്നും ഇപ്പോൾ റെഡി ആയിട്ടില്ല. പക്ഷേ ഫഖദ് നുസിജത് അക്ഫാനുഹു, നമുക്ക് 6 അടി മണ്ണിൽ പോയി കിടക്കാനുള്ള ഡ്രസ് അത് റെഡിമെയ്ഡ്. ഫഹുവ ലാ യദ്രി, പക്ഷേ വി ഹാവ് നോ എനി ഐഡിയ. നമുക്ക് അങ്ങനെ ഒരു ഐഡിയ, അങ്ങനെ ഒരു ബോധം നമ്മുടെ മനോമുകുരങ്ങളിലേക്ക് കടന്നു വരുന്നില്ല എന്ന് കവി പറയാൻ. ഓരോ ഖബർ കാണുമ്പോഴും നമ്മൾ പറയുന്നൊരു സലാം എന്താ പറയണത്? ഖബറാളികളോടുള്ള സലാം മാത്രമല്ലത്, നമ്മളോടുള്ളൊരു ബോധനം കൂടിയാണ്. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൻ മുഅ്മിനീൻ, അല്ലെങ്കിൽ യാ അഹ്ലൽ ഖുബൂർ, ഖബറിൻ്റെ ആളുകളെ നിങ്ങൾക്ക് സലാം. അത് അവരോടുള്ള വർത്താനമാണ്. പിന്നെ ബാക്കിയോ അത് നമ്മളോടുള്ള വർത്താനാണ്. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളോട് കൂടെ ചേരുട്ടോ, അത് പറയുന്ന നമ്മളോടുള്ള വർത്താനാണ്. ഇന്ന് സുബൈക്ക് എണീറ്റ് നമ്മൾ പറഞ്ഞ എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ മാതനി, ഇന്നലെ രാത്രി എന്നെ മരിപ്പിച്ച ശേഷം ഇന്ന് രാവിലെ സുബൈക്ക് എന്നെ ജീവിപ്പിച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. നമ്മൾ നിർത്തിയോ? ഇല്ല. പിന്നെ നമ്മൾ പറഞ്ഞ എന്താ? വ ഇലൈഹിൻ നുശൂർ, യഥാർത്ഥ മടക്കം അവനിലേക്കാണ്. അപ്പോൾ അവിടെയും നമ്മൾ നമ്മുടെ മടക്കത്തെ പറ്റി ഓർത്തു, നമ്മളോട് തന്നെ അതിനെ സ്മരിച്ചു. ആർക്കെങ്കിലും എന്തെങ്കിലും ദുരന്തം പറ്റി എന്ന് നമ്മൾ കേട്ടാൽ അത് അപകടമാകാം, രോഗമാകാം, മരണം തന്നെയാവാം. നമ്മൾ പറയണത് എന്താ? നമ്മളോടുള്ള വർത്താനാണ്. ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിനുള്ളതാണ്. വ ഇന്നാ, നിശ്ചയമായിട്ടും ഈ ഞങ്ങൾ ഇലൈഹി റാജിഊൻ, അവനെക്കൊള്ള മടങ്ങാനുള്ളവരാണ്. ഇതൊക്കെ ഏത് ബോധമാണ് നമുക്ക് നൽകുന്നത്? ഇതൊക്കെ നൽകുന്നൊരു ബോധം അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ഹിയ ദുനിയാ അഖല്ലു മിനൽ ഖലീലി, ഇത് കുറഞ്ഞതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞതാണ്. വഅശിഖുഹാ അദല്ലു മിനദ്ദലീലി, അതുകൊണ്ടാണ് ദുനിയാവിനെ വല്ലാണ്ട് പ്രണയിക്കരുത് എന്ന് ഔലിയാക്കൾ പറഞ്ഞത്. ദുനിയാവിനെ പ്രണയിക്കാതിരുന്നത് കൊണ്ട് തന്നെയാണ് അവർ ഔലിയാക്കളായത്. കാരണം അവർ അകത്തെ 2 കണ്ണുകൊണ്ടാണ് ലോകത്തിൻ്റെ കാഴ്ചകൾ കണ്ടത്. നമ്മളോ പുറത്തുള്ള 2 കണ്ണുകൾ കൊണ്ടാണ് ലോകത്തിൻ്റെ കാഴ്ചകൾ കാണുന്നത്. അതാണ് വ്യത്യാസം. അപ്പം അവര് ശരിക്ക് കൃത്യമായി അടുത്ത ലോകത്തെ കണ്ടു, അതുകൊണ്ട് ഈ ലോകത്തെ കാണാൻ അവർ കൂട്ടാക്കിയില്ല. അദ്ദുനിയാ ദാറു മൻ ലാ ദാറ ലഹു, ഇവിടെ വീടുള്ളവൻ അവിടെ വീടില്ല എന്നാണ്. അവിടെ വീടുള്ളവർക്ക് ഇവിടെയും വീടില്ല എന്ന് പറഞ്ഞാൽ എറ്റേണിറ്റി, എന്നേക്കുമായിട്ട് എനിക്ക് നിൽക്കാനുള്ള എൻ്റെ വാസസ്ഥലം ഇതാണ് എന്ന് തെറ്റിദ്ധരിച്ചാൽ അത് നമ്മുടെ മതവിശ്വാസത്തിന് തന്നെ എതിരാണ്. നമ്മുടെ കുട്ടികൾക്കിടയിൽ ഈ ബോധം വളർന്നു വന്നാൽ, ഇപ്പം നോക്കൂ നിങ്ങൾ, വളരെ ലിബറലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി പുതിയ തലമുറ. മൈ ബോഡി ഈസ് മൈ ചോയ്സ്,
18 വയസ്സായ വരേണ്യ മുസ്ലിം തറവാട്ടിൽ ജനിച്ചൊരു പെൺകുട്ടി വിളിച്ചു പറയാണ്, തൻ്റെ നേരെ കോഴിക്കോട് കടപ്പുറത്ത് വെച്ചിട്ട് മൈക്ക് നീട്ടിയ മാധ്യമ പ്രവർത്തകനോട് പറയാണ്, ഞാൻ വളർന്ന വീടോ വീടിൻ്റെ സാഹചര്യങ്ങളോ എന്നെ പോറ്റി വളർത്തിയ പാരൻസോ എൻ്റെ ടീച്ചേഴ്സോ അല്ല ഞാൻ ഏത് വേഷം ധരിക്കണം, ഞാൻ എങ്ങനെ എൻ്റെ ശരീരത്തെ പ്രദർശിക്കണം, മറക്കണം എന്ന് പറഞ്ഞു തരേണ്ടവർ. I am 18. ഞാൻ ഇന്ത്യൻ്റെ ഭരണഘടന അനുസരിച്ച് 18 തികഞ്ഞവളാണ്. അതുകൊണ്ട് മൈ ബോഡി ഈസ് മൈ ചോയ്സ്. എൻ്റെ ശരീരം എൻ്റെ ചോയ്സാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, മതകാര്യങ്ങൾക്ക് നമ്മൾ എന്ത് പ്രിവിലേജ് കൊടുക്കുന്നുണ്ട്, എന്ത് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്? അപ്പോൾ വലിയ അപകടമല്ലേ? ഈ ചിന്തകൾ നാളെ എവിടെ എത്തിക്കും നമ്മളെ? വളരെ റിലാക്സ് ആയിട്ടാണ് ഈ കുട്ടികൾ ഇത് പറയുന്നത്. ഞാൻ കുഴപ്പമില്ല, എൻ്റെ ശരീരം എൻ്റെ ചോയ്സാണ്. മാത്രമല്ല അഡിക്ഷൻ കൂടി. ഇപ്പോൾ കൊറിയ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു BTS സംഗീത ബ്രാൻഡിൻ്റെ പിറകെ നമ്മുടെ മലയാളക്കരയിൽ നിന്ന് എത്ര മക്കളാണ് അതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെൻ്റലി അവർ അഡിക്റ്റായി എന്നാണ്. അതിൻ്റെ പൂർണ്ണമായിട്ട് അതിന് വശംവദരായി. പിന്നെ അവർക്ക് ഇബാദത്തിനോട് ടേസ്റ്റ് ഇല്ല, ഖുർആനോത്തിനോട് ടേസ്റ്റ് ഇല്ല, മാതാപിതാക്കളെ കേൾക്കണം എന്നൊരു ബോധമില്ല. ഇതൊക്കെ നമ്മളെ അടിത്തറ ഡിസോർഡറാക്കും. വളരെ ഭയാനകമായൊരു ഭാവിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്റാത്തുസാന്റെ അടയാളമായിട്ട് പറഞ്ഞില്ലേ, ഐ യുറബ്ബിയർ റജുലു വലദൽ കൽബ്. പെറ്റ്സിനെ വളർത്തു, മൃഗങ്ങളെ പോറ്റി വളർത്തൽ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില രക്ഷിതാക്കൾക്ക് ഖൈറുൽ ലഹു, അവർക്ക് ഖൈറാകുന്നതാണ്. മീ ഐ യുറബ്ബിയ വലദൽ ലഹു, സ്വന്തം മക്കളെ പോറ്റി വളർത്തുന്നതിനേക്കാൾ. അപ്പോൾ സംസ്കൃതിയൊക്കെ കൾച്ചറൽ ഡീവിയേഷൻ സംഭവിക്കാൻ അല്ലേ, എല്ലാം ഡീവിയേറ്റ് ചെയ്ത് പോകാൻ. അപ്പം അങ്ങനെയുള്ളൊരു കാലത്ത് വലിയ അപകടം. എവിടെയാണ് നമ്മളെ വിധി എഴുതി വെച്ചത് എന്ന് നമുക്കറിയില്ല. ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടം കാണാൻ 5 ആൾക്കാർ പോയിട്ട് അവർ എവിടെയാണ് കിടക്കുന്നത്? ഇഫ് യുവർ ഡെത്ത് ഈസ് റിട്ടൺ ഇൻ ദി ഡെപ്ത് ഓഫ് ഓഷ്യൻ യു വിൽ റെന്റ് ഈവൻ എ സബ്മറൈൻ ടു റീച്ച് ദെയർ ഓൺ ടൈം. നിന്റെ മരണം എഴുതി വെച്ചത് നീ അസ്രായിൽ അലൈഹിസ്സലാമിനെ കണ്ടെത്തേണ്ടത് ഇൻ ദി ഡെപ്ത് ഓഫ് ഓഷ്യൻ, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ 5 കിലോമീറ്റർ ആഴത്തിലാണ് അസ്രായിൽ അലൈഹിസ്സലാമിനെ നീ കണ്ടുമുട്ടേണ്ടത് എന്ന് അല്ലാഹു റബ്ബ് തആല എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ റെന്റ്, നീ കടം വാങ്ങും. ഈവൻ എ സബ്മറൈൻ, അങ്ങോട്ട് പോകാനുള്ള ഒരു പേടകം, ആ പേടകത്തിൽ ഇരിക്കാൻ ഒരാൾക്ക് 1.5 കോടി ഉറുപ്പിയാണ്. ആ ടിക്കറ്റ് നീ മുറിക്കും, നീ വാങ്ങും. ടു റീച്ച് ദെയർ ഓൺ ടൈം, ആ സമയത്ത് നീ അവിടെ എത്താൻ. കാരണം അള്ളാഹു മരണത്തെ പിന്തിക്കില്ല എന്നതാണ് ആ ഭാഷയുടെ അർത്ഥം. ആദരണീയനായ സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.